ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഫിസിക്സിലെ ആകർഷിച്ചും വികർഷിച്ചും എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള കാന്തങ്ങളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ മാഗ്നറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഒരു കുട്ടിയുടെ പരീക്ഷണം കൊടുത്തിട്ടുണ്ട്. ശക്തമായ കാറ്റ് വീശുമ്പോൾ നീനുവിൻ്റെ വീടിൻ്റെ മുൻവശത്തെ വാതിൽ ചുമരിൽ വന്നടിക്കുക സാധാരണമാണ്. നീനുവും ചേട്ടനും ചേർന്ന് ചില ഉപകരണങ്ങൾ സംഘടിപ്പിച്ചു. വാതിൽ ചുമരിനോട് ചേരുന്ന ഭാഗത്ത് ചുമരിലും വാതിലുമായി അവ ഉറപ്പിച്ചു. ഇപ്പോൾ വാതിൽ തുറന്നു വെച്ചാൽ ചുമരിനോട് ചേർന്ന് തന്നെ നിൽക്കുന്നു. കാറ്റത്ത് ചുമരിൽ വന്നടിക്കുന്നില്ല. ഇത് ശ്രദ്ധയിൽപ്പെട്ട അമ്മ ചോദിച്ചു, എന്ത് സൂത്രപ്പണിയാണ് നിങ്ങൾ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്? ഇവിടെ എന്തായിരിക്കാം, എന്താണ് ചെയ്തതെന്ന് നമുക്കിപ്പോൾ അറിയാം അല്ലേ. ഇപ്പോൾ നമ്മൾ അല്ലാതെ തന്നെ മാഗ്നറ്റ് ഉപയോഗിച്ച് ചെയ്യാറുണ്ട് അല്ലേ. മാഗ്നറ്റ് ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. നമ്മൾ വാതിലടയ്ക്കുന്ന സമയത്ത് അത് ചുമരുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി വാതിലിലും ചുമരിലും നമ്മൾ എന്ത് ചെയ്യുന്നു, മാഗ്നറ്റ് ഘടിപ്പിക്കുന്നു. സോ അത് വന്ന് പരസ്പരം ടച്ച് ചെയ്യുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുന്നു. സോ വലിച്ചടിപ്പിക്കുന്ന കാന്തങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ അല്ലേ? കേട്ടിട്ടുണ്ട് അല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്കറിയാം? ചില വസ്തുക്കളെ കാന്തം ആകർഷിക്കുന്നു, ചിലതിനെ ആകർഷിക്കുന്നില്ല അല്ലേ. അപ്പോൾ കാന്തം ആകർഷിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? ഏതൊക്കെ വസ്തുക്കളെയാണ് കാന്തം ആകർഷിക്കുന്നത്? നമുക്ക് ഇരുമ്പ് കാന്തം ആകർഷിക്കും എന്ന് നിങ്ങൾക്കറിയാം അല്ലേ. പ്രകൃതിയിൽ കാണപ്പെടുന്ന ചില കല്ലുകൾ ഇരുമ്പ് പോലുള്ള പദാർത്ഥങ്ങളെ ആകർഷിച്ചുവെന്ന് പുരാതന ഗ്രീക്കുകാർ കണ്ടെത്തി. ഗ്രീക്കുകാരാണ് ഈ കണ്ടെത്തൽ നടത്തുന്നത്. കാന്തിക ശക്തിയുള്ള അത്തരം കല്ലുകൾ സ്വാഭാവിക കാന്തങ്ങളാണ്. അപ്പോൾ നമുക്ക് ഭൂമിയിൽ തന്നെ കാണപ്പെടുന്ന അത്തരം കല്ലുകൾ സ്വാഭാവിക കാന്തങ്ങളാണ്. വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി വ്യത്യസ്ത ആകൃതിയിലുള്ള കാന്തങ്ങൾ ഉപയോഗിക്കുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക കാന്തങ്ങളും കൃത്രിമ കാന്തങ്ങളാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് കൃത്രിമ കാന്തങ്ങളാണ്, അല്ലാതെ ഭൂമിയിൽ തന്നെ കാന്തങ്ങൾ കാണുന്നുണ്ട്. കാന്തങ്ങൾ ചില വസ്തുക്കളെ ആകർഷിക്കുന്നു. അപ്പോൾ കാന്തം ആകർഷിക്കുന്ന വസ്തുക്കൾ എഴുതി വെക്കുക. ഇരുമ്പ് നമുക്കറിയാം. ഇരുമ്പ് മാത്രമല്ല, കൊബാൾട്ട്, നിക്കൽ, സ്റ്റീൽ ഇവയും കാന്തം ആകർഷിക്കാറുണ്ട്. ദെൻ മൊട്ടുസൂചി, ബ്ലേഡ്, സേഫ്റ്റി പിൻ, ഇരുമ്പാണി ഇതിൽ കാന്തം ആകർഷിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയായിരിക്കും? ഇവയെല്ലാം കാന്തം ആകർഷിക്കാറുണ്ടോ? ഇനി ആകർഷിക്കുന്നത് മാത്രമല്ല, ആകർഷിക്കാത്ത കാര്യങ്ങളുണ്ട് അല്ലേ. ആകർഷിക്കാത്ത കാര്യങ്ങളുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന വസ്തുക്കളിൽ കാന്തം ആകർഷിക്കുന്നവയെ കണ്ടെത്താൻ എന്ന് പറഞ്ഞ ഒരു ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിജാഗിരി, വിവിധ നാണയങ്ങൾ, സ്ക്രൂ ഡ്രൈവർ, കോമ്പസ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രം, അലൂമിനിയം കമ്പി, ചെമ്പു കമ്പി, പേന, റബ്ബർ, ചില്ല്, സ്പൂൺ, ജെം ക്ലിപ്പ്, പ്ലാസ്റ്റിക്, ഇങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കാന്തം ആകർഷിക്കുന്നതും ആകർഷിക്കാത്തതും രണ്ട് കാറ്റഗറി ആക്കാനാണ്. ഇപ്പോൾ വിജാഗിരി, സ്ക്രൂ ഡ്രൈവർ, കോമ്പസ്, വിവിധ നാണയങ്ങൾ അല്ലേ. വിജാഗിരി, വിവിധ നാണയങ്ങൾ, പിന്നെ ഏതുണ്ട്, സ്ക്രൂ ഡ്രൈവർ, കോമ്പസ്, ഇതെല്ലാം ആകർഷിക്കുന്നതാണ്. ബാക്കിയൊന്നും ആകർഷിക്കില്ല അല്ലെ. സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രത്തിനെ ആകർഷിക്കില്ല. അലൂമിനിയം കമ്പി ആകർഷിക്കപ്പെടുമോ? അലൂമിനിയം കമ്പി ആകർഷിക്കപ്പെടില്ല. ദെൻ ചെമ്പു കമ്പി, പേന, റബ്ബർ, ചില്ല്, സ്പൂണ്, പ്ലാസ്റ്റിക് ഇവയൊന്നും ആകർഷിക്കപ്പെടില്ല. സോ വീട്ടിലും ചുറ്റുപാടുമുള്ള മറ്റു വസ്തുക്കളും ഇതേപോലെ പരിശോധിച്ച് പട്ടിക വലുതാക്കാനാണ് കുട്ടികളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ നമുക്ക് കാന്തിക വസ്തുക്കൾ എന്നും ആകർഷിക്കാത്തവയെ അകാന്തിക വസ്തുക്കൾ എന്നും പറയാം. വളരെ എളുപ്പമുള്ള ടേമാണ്. ആകർഷിക്കുന്നത് കാന്തിക വസ്തുക്കൾ, ആകർഷിക്കാത്തത് അകാന്തിക വസ്തുക്കൾ. ഇതിൽ കാന്തം നിർമ്മിച്ചിരിക്കുന്ന വസ്തുക്കൾ ഏത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഏതൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചാണ് കാന്തത്തെ നിർമ്മിച്ചിരിക്കുന്നത് ചോദിച്ചാൽ, ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്, ഉരുക്ക്. ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്, ഉരുക്ക് പഠിച്ചു വെക്കുക കേട്ടോ. ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്, ഉരുക്ക്. PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ഫാക്റ്റാണ്. കാന്തം കണ്ടെത്തിയ കഥ. ഗ്രീക്കുകാരനായ മാഗ്നസ് എന്ന ആട്ടിടയൻ സമീപത്തുള്ള കുന്നിൻ പ്രദേശത്ത് ഒരു വടിയും കുത്തിപ്പിടിച്ച് ആടുകളെ മേച്ച് നടക്കുകയായിരുന്നു. ഒരു പാറ ചവിട്ടി കയറുമ്പോൾ പെട്ടെന്ന് വടി പാറയിൽ ഒട്ടിപ്പിടിച്ചതുപോലെ തോന്നി. വടിയുടെ അറ്റത്ത് ഉറപ്പിച്ചിരുന്ന ഇരുമ്പിനെയാണ് പാറ ആകർഷിച്ചത്. ഇരുമ്പിനെ ആകർഷിക്കാൻ കഴിവുള്ള ലോഡ് സ്റ്റോൺ ആയിരുന്നു ആ പാറ. പിന്നീട് ഇത്തരം പാറകളെ ഗ്രീക്കുകാർ മാഗ്നറൈറ്റ് എന്ന് വിളിച്ചു. മാഗ്നറൈറ്റ് ഇത് പ്രകൃതിയിലെ കാന്തങ്ങളാണ്. പിൽക്കാലത്ത് ഇരുമ്പ്, ഉരുക്ക് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ച് കാന്തം നിർമ്മിക്കാൻ തുടങ്ങി. ഇത്തരം കാന്തങ്ങളാണ് കൃത്രിമ കാന്തങ്ങൾ. അപ്പോൾ SCRT ഫാക്ട് പ്രകാരം പഠിക്കുക. ആദ്യമായിട്ട് ഇത് കണ്ടെത്തിയത്
ഗ്രീക്കുകാരനായ മാഗ്നസ് എന്ന് പറയുന്ന ഒരു ആട്ടിടയനാണ് അദ്ദേഹത്തിന്റെ വടി പിടിച്ചത് ലോർഡ് സ്റ്റോൺ എന്നറിയപ്പെടുന്ന പ്രകൃതിദത്തമായ കാന്തത്തിലാണ്. ഇതിനെ പിന്നീട് ഗ്രീക്കുകാർ വിളിച്ച പേര് മാഗ്നറൈറ്റ് എന്നാണ്. ഇന്ന് നമ്മൾ കൃത്രിമമായിട്ടുള്ള കാന്തങ്ങളാണ് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് പല തരത്തിലുള്ള കാന്തങ്ങളെ കാണാൻ കഴിയും. കാന്തങ്ങൾക്കെല്ലാം ഒരേ ആകൃതിയും വലിപ്പവുമാണോ ഉള്ളത്? അല്ല, അല്ലേ? നിങ്ങൾക്കൊരു കാന്തമുണ്ടോ, അതിൻ്റെ ആകൃതി എന്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സാധാരണ നമ്മുടെ കയ്യിൽ ഒന്നുകിൽ വട്ടത്തിനുള്ള കാന്തമായിരിക്കും ഉണ്ടാവും, അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന കാന്തങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക, ബാർ കാന്തം. ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവുക ചുരുക്കമാണ്. സോ നമുക്കിവിടെ വിവിധ ഇനത്തിലുള്ള കാന്തങ്ങളെ കുറിച്ച് പരിചയപ്പെടാം. ബാർ കാന്തം കണ്ടില്ലേ, ഒരു കട്ട പോലെ ഇരിക്കും, ഒരു സോപ്പ് കട്ട പോലെ ഇരിക്കും. യു ഷേപ്പുള്ള കാന്തം യു കാന്തം. വട്ടത്തിനുള്ളത് ഡിസ്ക് കാന്തം. ഇനി ഒരു റിംഗ് നടുക്ക് ദൂരമൊക്കെ വന്നിട്ട് ഒരു മോതിരം പോലെ ഇരിക്കും, റിംഗ് കാന്തം. ദെൻ ആർക്ക് കാന്തം, പകുതി ഷേപ്പുള്ളൂ, അല്ലേ? ദെൻ സിലിണ്ട്രിക്കൽ കാന്തം, സിലിണ്ടർ ഷേപ്പിൽ. ഇപ്പം ഇരുമ്പിൻ്റെ കൂടെ അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നീ ലോഹങ്ങൾ ചേർത്തുണ്ടാക്കുന്ന അൽനിക്കോ എന്ന ലോഹസങ്കരം ഉപയോഗിച്ചാണ് കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം PSC എപ്പോഴും ചോദിക്കുന്നതാണ് അൽനിക്കോ. അപ്പൊ അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, അൽനിക്കോ പഠിച്ചു വെക്കുക. നിയോഡിമിയം, സമേറിയം തുടങ്ങിയ പദാർത്ഥങ്ങളും കാന്തം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു. നിയോഡിമിയം, സമേറിയം ചോദിച്ചാൽ നല്ലൊരു ചോദ്യം തന്നെയായിരിക്കും, ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യം തന്നെയായിരിക്കും. എല്ലാവരും അൽനിക്കോ പഠിച്ചു വെക്കും. അപ്പോൾ SCRTയിൽ ഇതും കൂടി പറയുന്നുണ്ട്. നിയോഡിമിയം, സമേറിയം തുടങ്ങിയ പദാർത്ഥങ്ങളും കാന്തം നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. നിയോഡിമിയം, സമേറിയം. കാന്തങ്ങളുടെ ഉപയോഗങ്ങൾ. എവിടെയെല്ലാമാണ് കാന്തങ്ങൾ ഉപയോഗിക്കുന്നത്? ഇവിടെ നോക്കൂ, TV, റേഡിയോ, മൈക്ക് സെറ്റ്, പമ്പിംഗ് അഡ്രസ് സിസ്റ്റം തുടങ്ങിയവയിൽ ശബ്ദം പുറപ്പെടുവിക്കുന്നത് സ്പീക്കറുകളാണ്. സ്പീക്കറുകളിൽ കാന്തം ഉപയോഗിക്കുന്നു. മൊബൈൽ ഫോണിലും ഹെഡ്ഫോണിലും കാന്തങ്ങളുണ്ട്. കാന്തം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ഉപകരണങ്ങളുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഇവിടെ ചിത്രത്തിൽ നോക്കുമ്പോൾ കണ്ടില്ലേ, സ്പീക്കറിലെല്ലാം കാന്തം ഘടിപ്പിച്ചിട്ടുണ്ടോ? മൊബൈലിന് സ്പീക്കർ ഉണ്ടല്ലോ, അപ്പോൾ അവിടെയും ചെറിയൊരു കാന്തം ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കാന്തങ്ങൾ ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. സൗണ്ട് ബോക്സിലെ സ്പീക്കർ വലുതും ഹെഡ്ഫോണിൽ ഉപയോഗിക്കുന്ന സ്പീക്കർ ചെറുതുമാകാനുള്ള കാരണം വലിയ ശബ്ദങ്ങൾ കേൾക്കണമെങ്കിൽ നമുക്ക് വലിയ സ്പീക്കർ വേണം, അല്ലേ? വലിയ സ്പീക്കർ വേണം. അപ്പോൾ വലിയ മാഗ്നറ്റും വേണ്ടി വരും. അപ്പോൾ മൊബൈലിൽ അത് അത്ര വലുതല്ല, അത് ചെറുതാണ്. സോ അവിടെയാണ് ചെറിയ മാഗ്നറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. രണ്ട് സ്പീക്കറുകൾക്കും ഒരേ ഉച്ചതയിലുള്ള ശബ്ദം ആവശ്യമുണ്ടോ? രണ്ട് സ്പീക്കറുകൾക്കും ഒരേ ഉച്ചതയിലുള്ള ശബ്ദങ്ങൾ ആവശ്യമാണോ? ഇല്ല. സൗണ്ട് ബോക്സിന്റെ ശബ്ദം ഹെഡ്ഫോണുകളെക്കാൾ കൂടുതലാണ്. അപ്പോൾ സൗണ്ട് ഫോണിന്റെ ശബ്ദം വേറെയാണ്, ഹെഡ്ഫോണിന്റെ ശബ്ദം ഒന്ന് വേറെയാണ്. ഇനി ലൗഡ് സ്പീക്കറിലെ കാന്തം വലുതായതിനു കാരണം വലിയ ശബ്ദം കേൾക്കാനും വലിയ കാന്തങ്ങൾ ഉപയോഗിക്കുന്നു. ഹെഡ്ഫോണിലെയോ ചെറിയ ശബ്ദങ്ങൾ കേൾക്കാൻ ചെറിയ കാന്തം ഉപയോഗിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ വലിയ കാന്തം വലിയ ശബ്ദങ്ങൾക്കും ചെറിയ കാന്തം ചെറിയ ശബ്ദങ്ങൾക്കും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഒരാൾ സംസാരിക്കുന്നത് കൂടുതൽ ആളുകൾ കേൾപ്പിക്കാൻ നമുക്ക് ഏത് സ്പീക്കറാണ് വേണ്ടത്? ലൗഡ് സ്പീക്കർ, അല്ലെ? ലൗഡ് സ്പീക്കർ ഉപയോഗിച്ചാണ് നമ്മൾ ഒരാൾ സംസാരിക്കുന്നത് ഒരുപാട് പേര് കേൾക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. കാന്തങ്ങളുടെ ആകൃതിയിലും വലിപ്പത്തിലുമുള്ള വ്യത്യാസത്തിന് കാരണം എന്തായിരിക്കാം? കാന്തങ്ങളുടെ ആകൃതിയും വലിപ്പവും അവ സ്ഥാപിച്ചിരിക്കുന്ന ഉപകരണത്തിനനുസരിച്ച് വ്യത്യാസം വരുന്നു, അല്ലേ? മിനി മോട്ടോറുകൾക്ക് ആർക്ക് ആകൃതിയിലുള്ള കാന്തങ്ങൾ ഉപയോഗിക്കുന്നു. ഇവിടെ ചെറിയ മോട്ടറല്ലേ, ഇത് മിനി മോട്ടറാണ്. അപ്പോൾ ഇവിടെ ആർക്ക് ആകൃതിയിലുള്ള കാന്തങ്ങളാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ റിംഗ് ട്യൂബ് മാഗ്നറ്റുകൾ ഉപയോഗിക്കുന്നു. റിംഗ് ട്യൂബ് അപ്പോൾ കുറച്ചിങ്ങനെ വട്ടത്തിന് ഇരിക്കുന്ന ഇതും ഉപയോഗിക്കുന്നു. കണ്ടില്ലേ? ഉപകരണത്തിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച് അതിൽ ഉപയോഗിക്കുന്ന കാന്തത്തിൻ്റെ ആകൃതിയും വലിപ്പവും വ്യത്യാസം ഉണ്ടായിരിക്കും. മിനി മോട്ടറിൻ്റെ പ്രവർത്തനത്തിന് ചാപരൂപത്തിലുള്ള അഥവാ ആർക്ക് ഷേപ്പ് ചാപരൂപത്തിലുള്ള കാന്തങ്ങളോ അല്ലെങ്കിൽ റിംഗ് ട്യൂബ് രണ്ടും ഉപയോഗിക്കും. ഒന്നുകിൽ ചാപം അല്ലെങ്കിൽ റിംഗ് ട്യൂബ് ഉപയോഗിക്കാം. ഇനി കാന്തം ആകർഷിക്കുമ്പോൾ കാന്തങ്ങൾക്ക് ആകർഷണ ശക്തി എല്ലാ ഭാഗത്തും ഒരുപോലെയാണോ? അല്ല, അല്ലേ? പല സ്ഥലങ്ങളിലും വ്യത്യാസമായിരിക്കും, അല്ലേ? ദെൻ അതിനുവേണ്ടി ഒരു പരീക്ഷണമൊക്കെ നടത്താൻ കുട്ടികളോട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും തൽക്കാലം വായിക്കുന്നില്ല, നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. താഴേക്ക് വരാം.
ഇവിടെ അവസാനം ചോദിക്കുന്നുണ്ട്, കാന്തത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇരുമ്പ് പൊടി ഒരുപോലെയാണോ പറ്റി പിടിച്ചിരിക്കുന്നത്? അല്ല, കാരണം ധ്രുവങ്ങളിലായിരിക്കും കൂടുതലുണ്ടാവുക അല്ലേ. കാന്തത്തിന്റെ അറ്റത്താണ്, കണ്ടില്ലേ ഈ അറ്റഭാഗങ്ങൾ, ഇത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. പരീക്ഷണം പൂർണ്ണമായിട്ട് മനസ്സിലാക്കേണ്ട ഈ രണ്ട് ഭാഗങ്ങളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും, പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇപ്പൊ യു ബാർ ഡയഗ്രാം ആണെങ്കിൽ, യു മാഗ്നറ്റ് ആണെങ്കിലും കണ്ടില്ലേ ഈ ഭാഗത്തായിരിക്കും എല്ലാ സാധനങ്ങളും വന്ന് പ്രധാനമായിട്ടും ആകർഷിച്ച് നിൽക്കുന്നത്. അപ്പൊ കാന്തത്തിന്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുന്നത് അഗ്രഭാഗങ്ങളെയാണ്. ഈ അഗ്രഭാഗങ്ങളെ കാന്തിക ധ്രുവങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ കാന്തത്തിന്റെ അഗ്രഭാഗങ്ങളെ കാന്തിക ധ്രുവങ്ങൾ എന്ന് പറയുന്നു. എല്ലാ കാന്തങ്ങൾക്കും ധ്രുവങ്ങളുണ്ടോ? വൃത്തം, റിങ്, യു തുടങ്ങിയ ആകൃതിയിലുള്ള കാന്തങ്ങൾ ഉപയോഗിച്ച് നേരത്തെ ചെയ്ത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുണ്ട്, എല്ലാത്തിനും കാന്തിക ധ്രുവങ്ങളുണ്ട്. എല്ലാ ഷേപ്പിലുള്ള മാഗ്നറ്റിനും കാന്തിക ധ്രുവങ്ങൾ ഉണ്ട്. ഓക്കെ അല്ലേ? അതിനുവേണ്ടിയുള്ള പരീക്ഷണങ്ങളോടെ പറയുകയാണ് കേട്ടോ. ഇനി കാന്തം ഏത് ദിശയിലാണ് നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. കാന്തം ഏത് ദിശയിലാണ്, ഇങ്ങനെ ഒരു നൂലിൽ കെട്ടി തൂക്കി ഇടുകയാണെങ്കിൽ കാന്തം ഏത് ദിശയിലായിരിക്കും നിൽക്കുന്നത്? നമുക്ക് നോക്കാം. ഞാൻ പരീക്ഷണം വായിക്കാതെ നമുക്ക് പരീക്ഷണത്തിന്റെ ആവശ്യം ഇല്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ആ ഒരു കണ്ടെത്തൽ മനസ്സിലാക്കിയാൽ മതി. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്നു. പഠിച്ചു വെക്കുക. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ തെക്ക് വടക്ക് ദിശയിൽ, കേട്ടോ, തെക്ക് വടക്ക് ദിശയിലാണ് നിൽക്കുന്നത്. ഓക്കെ അല്ലേ? തെക്ക് വടക്ക് ദിശ, തെക്ക് വടക്ക്, SN, തെക്ക് വടക്ക് ദിശ. കാന്തങ്ങൾ തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നത് നാം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭം എപ്പോഴാണ്? നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ദിശ അറിയുന്നതിന് വേണ്ടി അല്ലേ, കപ്പൽ യാത്രക്കാർക്ക് ദിശ അറിയുന്നതിന് വേണ്ടി, കാടിനുള്ളിൽ ദിശ മനസ്സിലാക്കുന്നതിന് വേണ്ടി, ഒരു യാത്രയിൽ ദിശ മനസ്സിലാക്കുന്നതിന് വേണ്ടിയൊക്കെ നമുക്ക് ഈ ഒരു കോമ്പസ് ഉപയോഗിക്കാം. നമ്മൾ കോമ്പസിൽ, വടക്ക് നോക്കി യന്ത്രത്തിലൊക്കെ ഈ ഒരു സംഗതിയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ പരിചിതമില്ലാത്ത ഒരു സ്ഥലത്ത് നിൽക്കുകയായിരുന്നു എന്ന് സങ്കല്പിക്കുക. മഴ കാരണം നിങ്ങൾക്ക് സൂര്യനെ കാണാൻ കഴിയില്ല. ഒരു ബാർ മാഗ്നറ്റിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് ദിശകൾ കണ്ടെത്താൻ കഴിയുമോ? കിഴക്ക് ഭാഗം എങ്ങനെ കണ്ടെത്താൻ കഴിയും? അവിടെ വടക്കും തെക്കും മാത്രമാണ് കാന്തത്തിലുള്ളത്. അത് വെച്ച് നമുക്ക് കിഴക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ലേ? കഴിയും. അതെ, നമുക്കൊരു കാന്തം ഉപയോഗിച്ച് ദിശ കണ്ടെത്താം. സ്വതന്ത്രമായി തൂക്കിയിട്ട ഒരു കാന്തം എല്ലായ്പ്പോഴും വടക്ക് തെക്ക് ദിശയിൽ നിലകൊള്ളുന്നു. ഒരു നൂല് ഉപയോഗിച്ച് ബാർ മാഗ്നറ്റ് തൂക്കിയിടുക. വടക്ക് ദിക്കിന്റെ ഘടികാര ദിശയിലായിരിക്കും, അഥവാ വലത് സൈഡായിരിക്കും അല്ലെ, വലത് സൈഡായിരിക്കും കിഴക്ക് വരുന്നത്. ഇനി ധ്രുവങ്ങൾ അടുക്കുമ്പോൾ കാന്തം ചില ലോഹങ്ങളെ ആകർഷിക്കുമെന്ന് മനസ്സിലാക്കി. എന്നാൽ ചിലതിന് എന്ത് ചെയ്യില്ല, ആകർഷിക്കില്ല എന്ന് നമ്മൾ പറയും. എന്നാൽ ഒരു കാന്തം മറ്റൊരു കാന്തത്തെ ആകർഷിക്കുമോ? ഒരു കാന്തം മറ്റൊരു കാന്തത്തെ ആകർഷിക്കുമോ? ആകർഷിക്കും അല്ലേ. കാന്തങ്ങൾ രണ്ടും പരസ്പരം ആകർഷിക്കാറുണ്ട്. എപ്പോഴാണ്? NS അടയാളപ്പെടുത്തിയ രണ്ട് ബാർ കാന്തങ്ങൾ എടുക്കുക. കണ്ടില്ലേ, ഇവിടെ വെക്കുന്നത് പോലെ ഒന്ന് ഒരു പ്രതലത്തിൽ വെക്കുക. ഒരു കാന്തത്തിന്റെ മധ്യഭാഗത്തേക്ക് മറ്റൊരു ബാർ കാന്തത്തിന്റെ ഒരു ധ്രുവം കൊണ്ടുവരിക. എന്താണ് കാണാൻ കഴിയുന്നത്? കാന്തങ്ങൾ രണ്ടും പരസ്പരം ആകർഷിക്കുന്നു. ഈ ഒരു ഷേപ്പിൽ വെച്ചാൽ പരസ്പരം ആകർഷിക്കും. ഇനി ആദ്യത്തെ കാന്തത്തിന്റെ മധ്യഭാഗത്താണോ രണ്ടാമത്തെ കാന്തം ആകർഷിക്കപ്പെടുന്നത്? ഈ സെൻറ്ററിലാണോ ആകർഷിക്കുന്നത്? അല്ല, അത് കാന്തങ്ങളുടെ ധ്രുവങ്ങളെയാണ് ആകർഷിക്കുന്നത് അല്ലെ, ധ്രുവങ്ങളെയാണ് ആകർഷിക്കുന്നത്. കാന്തങ്ങൾ പരസ്പരം അടുത്ത് വയ്ക്കുക. ഏത് ധ്രുവങ്ങളായിരിക്കും ഒട്ടിച്ചേർന്നിരിക്കുക? ഉത്തര ധ്രുവം ദക്ഷിണ ധ്രുവത്തെയും ദക്ഷിണ ധ്രുവം ഉത്തര ധ്രുവത്തെയായിരിക്കും ആകർഷിക്കുന്നത്. അപ്പോൾ S ഇവിടെ Nനെയും ഈ S ഇവിടത്തെ Nനെയും ആയിരിക്കും ആകർഷിക്കുന്നത്. ഓക്കെ അല്ലേ? ദെൻ താഴെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടോ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ പരിശോധിക്കാം. ഇതിൽ ഏതാണ് ശരി, അഥവാ ഏത് ചിത്രം അനുസരിച്ചാണ് ഇത് പരസ്പരം ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത്? പരസ്പരം സ്വജാതീയ ധ്രുവങ്ങൾ, അതാണ് എന്നും എന്ന് പറയുമ്പോൾ സ്വജാതീയ ധ്രുവങ്ങൾ. ഇത് എന്തില്ല, ഒരിക്കലും ആകർഷിക്കില്ല. ഇതാണ് ആകർഷിക്കുന്നത്. SN ആകർഷിക്കും അല്ലെ, NSും ആകർഷിക്കും. അതേപോലെ ഇത് രണ്ട് കാന്തങ്ങൾ ഇങ്ങനെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് അല്ലേ. സോ ഇവിടുത്തെ Sഉം Nഉം ആകർഷിക്കും. അപ്പോൾ Bയും Cയും ഓക്കെയാണ്, മറ്റുള്ളത് ഓക്കെ അല്ല. ദെൻ താഴെ കൊടുത്ത ചിത്രങ്ങളിൽ കാണുന്നത് പോലെ ധ്രുവങ്ങൾ അടുത്ത് വന്നാൽ എന്ത് സംഭവിക്കും? ഇത് രണ്ടും ചേർന്ന് നിൽക്കും അല്ലെ, ആകർഷിക്കും. ഇത് ആകർഷിക്കും. B ആകർഷിക്കില്ല, കാരണം ഇവിടെ Nഉം ആണ് അടുത്ത് വരുന്നത്. ഇത് ആകർഷിക്കില്ല. ഇവിടെ Sഉം ആണ് അടുത്ത് വരുന്നത്, അപ്പോൾ ഇതും ആകർഷിക്കില്ല. അപ്പോൾ പരസ്പര വിരുദ്ധമായിട്ടുള്ളത് മാത്രമാണ് ആകർഷിക്കുന്നത്. സോ Bയും
സിയും ആകർഷിക്കില്ല, വികർഷിക്കുകയാണ് ചെയ്യുന്നത്. ബിയും സിയും വികർഷിക്കുന്നു. ആകർഷിക്കുന്നത് എ മാത്രമാണ്. ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും അടുത്ത് വന്നാൽ ആകർഷിക്കുന്നു. ഒരേ ധ്രുവങ്ങൾ അടുത്ത് വന്നാൽ ആകർഷിക്കുന്നില്ല, വികർഷിക്കുന്നു. അപ്പോൾ കാന്തത്തിന്റെ ഒരേ തരം ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങൾ എന്നും വ്യത്യസ്ത തരം ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങൾ എന്നും പറയും. കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരേ ധ്രുവങ്ങളാണെങ്കിൽ, രണ്ടും ദക്ഷിണ ധ്രുവം അല്ലെങ്കിൽ രണ്ടിലും ഉത്തര ധ്രുവമാണെങ്കിൽ വികർഷിക്കും, ഓപ്പോസിറ്റ് ആണെങ്കിൽ മാത്രമേ ആകർഷിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കാം. ഇനി കാന്തം നിർമ്മിക്കുന്നതിന് വേണ്ടി കുട്ടികളോട് ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കതിൻ്റെ ആവശ്യം ഇല്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല അല്ലേ, അത് കുട്ടികളോട് പറഞ്ഞിട്ടുള്ളതാണ്. സോ ഞാനത് സ്കിപ്പ് ചെയ്യുകയാണ്. ദെൻ ആകർഷണത്തിൻ്റെ പരിധി. ഒരു കാന്തത്തിന് എത്രത്തോളം ദൂരത്തിലുള്ള വസ്തുക്കളെ ആകർഷിക്കാൻ കഴിയും എന്ന് പറഞ്ഞൊരു പരീക്ഷണവും കുട്ടികളോട് കൊടുക്കുന്നുണ്ട്. കാന്തത്തിൻ്റെ ധ്രുവത്തിനോടടുത്ത ഭാഗങ്ങളിൽ കാന്തിക ശക്തി കൂടുതലും അകന്നു പോകുന്തോറും കാന്തിക ശക്തി കുറവായിരിക്കും. കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി ഉത്ഭവപ്പെടുന്ന മേഖലയെ കാന്തിക മണ്ഡലം എന്ന് പറയുന്നു. അപ്പോൾ ഒരു കാന്തത്തിന് ആകർഷിക്കാൻ പറ്റുന്ന മേഖലയ്ക്ക് ഒരു പരിധി ഉണ്ട് അല്ലേ. അപ്പോൾ ആ കാന്തത്തിൻ്റെ ധ്രുവത്തിന് അടുത്ത് വരുന്ന സമയത്ത് അതിനെ ആകർഷിക്കാൻ കഴിയുന്നു. ദൂരേക്ക് പോകുന്തോറും ആ ആകർഷണത്തിൻ്റെ ഇമ്പാക്റ്റ് കുറയുന്നു. സോ നമുക്ക് പറയാം, കാന്തത്തിൻ്റെ ധ്രുവത്തിനോടടുത്ത ഭാഗങ്ങളിൽ, അതിൻ്റെ ഈ ധ്രുവഭാഗം ഇതിനോട് അടുത്ത ഭാഗങ്ങളിൽ കാന്തിക ശക്തി കൂടുതലാണ്. അകന്നു പോകും തോറും ഇത് കുറഞ്ഞു വരുന്നു. അപ്പം കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി എത്ര ദൂരം പോകുന്നത് വരെ ആ ഒരു കാന്തിക ശക്തി ഉണ്ടോ ആ ഒരു മേഖലയ്ക്ക് നമ്മൾ പറയുന്ന പേര് കാന്തിക മണ്ഡലം. അപ്പോൾ കാന്തിക മണ്ഡലം എന്ന ടേം പഠിക്കുക. കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയാണ് കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. എല്ലാ കാന്തങ്ങൾക്കും ആകർഷണ ശക്തി ഒരുപോലെയാണോ? അല്ല, ആകർഷണ ശക്തി ഒരുപോലെ അല്ല അല്ലേ. ഇനി യു കാന്തം ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവയിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ട്. യു കാന്തം ബാർ മാഗ്നറ്റിനേക്കാൾ ശക്തമാണ്. അപ്പോൾ യു കാന്തം ബാർ മാഗ്നറ്റിനേക്കാൾ ശക്തമാണ്. ഉത്തര ദക്ഷിണ ധ്രുവങ്ങൾ പരസ്പരം അഭിമുഖമാകുന്നതിനാൽ ആകർഷണ ബലം ഇരട്ടിയായിരിക്കും അല്ലേ. യു ഷേപ്പാണ്. അപ്പോൾ എസും എന്നും ഒരേ ദിശയിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ബലം കൂടുതലായിരിക്കും കേട്ടോ. ബാർ മാഗ്നറ്റിനേക്കാൾ ശക്തി കൂടുതലാണ് യു കാന്തം. ഇനി കാന്തങ്ങൾ ശേഖരിക്കാം. കളിപ്പാട്ടങ്ങളിലും മറ്റും കാന്തങ്ങളുണ്ട്, അതൊക്കെ ശേഖരിക്കാമെന്ന് കുട്ടികളോട് പറയുന്നുണ്ട്. അതൊക്കെ ശേഖരിച്ച് നമുക്ക് കാന്തം ഉപയോഗിച്ച് കളിപ്പാട്ടം നിർമ്മിക്കാം എന്ന് കുട്ടികളോട് പറയും. സോ ഇന്ന് നമ്മൾ വളരെ ചെറിയൊരു പാഠഭാഗം കാന്തത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. കാന്തത്തിൻ്റെ സവിശേഷതകൾ തിരിച്ചറിയാനും കാന്തിക മണ്ഡലം എന്നത് മനസ്സിലാക്കാനും കാന്തിക വസ്തുക്കളെ തരംതിരിക്കാനും വ്യത്യസ്ത ആകൃതിയും വലിപ്പത്തിലുള്ള കാന്തങ്ങൾ ഉപയോഗിക്കാനും എല്ലാം നമ്മൾ പഠിച്ചു. സോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ SCERTയുടെ ഓരോ മേഖലകളായിട്ട് കവർ ചെയ്ത് വരികയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതിനകം തന്നെ എല്ലാ ടോപ്പിക്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മലയാളവും IT അതേപോലെ ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്റ്റുകളാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഞാൻ ഇംഗ്ലീഷ് ഇതുവരെ തൊട്ടിട്ടില്ല. കാരണം ഇംഗ്ലീഷ് നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എനിക്ക് വെക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. ഞാൻ വർഷങ്ങളായിട്ട് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ് ഇംഗ്ലീഷ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട PYQ ഡിസ്കഷനും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ കിട്ടും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ ക്ലാസ്സുകൾ കാണാത്തതുണ്ട് എങ്കിൽ ഞാൻ SCERT ക്ലാസ്സിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം, അതുകൂടി നിങ്ങൾ കാണുക. സോ നന്നായിട്ട് പഠിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഏവർക്കും വിജയാശംസകൾ.